കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് എൽസ ഷൈജു. ഞാൻ പറവൂരിൽ നിന്ന് വരുവാണ്. ആലപ്പുഴ ജില്ലക്കാരിയാണ്. എനിക്ക് 22ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. ഞങ്ങൾ കല്യാണം കഴിച്ച് പിറ്റേ മാസം തന്നെ ഞാൻ ഗർഭിണിയായി. പക്ഷേ എന്തോ ഹാർട്ട് ബീറ്റ് എന്തോ ഇല്ലെന്ന് പറഞ്ഞ് കുഞ്ഞപ്പം തന്നെ അബോർഷനായി പോയി. അത് കഴിഞ്ഞ് 3 വർഷം ഞങ്ങൾക്ക് 3 പ്രാവശ്യം കുഞ്ഞുങ്ങളുണ്ടായി. അതും ഇതുപോലെ 3 മാസമാകുമ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ല, ബ്ലീഡിങ് ആയി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് കൊറോണയുടെ ടൈം ആയപ്പോഴത്തേക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത്. ആദ്യമൊന്നും എനിക്ക് അത്ര വിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ബൈബിള് എല്ലാ ദിവസവും വായിക്കുമായിരുന്നു. എന്നിട്ടൊരു ഡയറിയിൽ അന്ന് കിട്ടുന്ന വചനങ്ങൾ കുറിച്ച് വെക്കുമായിരുന്നു. എനിക്ക് ഉടമ്പടി എടുത്ത് പിറ്റേ മാസം ഞങ്ങൾ ഇടിവെച്ച് പിരിഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ചേട്ടൻ വന്ന് എന്നെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ച്. അത് കഴിഞ്ഞാണ് മൂവാറ്റുപുഴയിലൊരു ആശുപത്രിനെ പറ്റി അറിയുന്നത്. അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പിന്നെ യൂട്രസിന് കട്ടി കുറവാണ്, അതുകൊണ്ടാണ് ബ്ലീഡിങ് ആയി പോകുന്നത്, ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. ലാപ്രോസ്കോപ്പി ചെയ്തിട്ടും അതിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ബ്ലീഡിങ് ആകുന്നതുകൊണ്ട് സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞ്. ഞാൻ നോർമലായിട്ട് തന്നെ കൺസീവായി. അത് കഴിഞ്ഞ് ഇവന് 7ാം മാസം സ്കാനിങ്ങിന് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് പിന്നെ ഇത്ര നേരം നോക്കിയിട്ടും ക്ലിയർ ആവുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ ചേട്ടൻ ഇതിനു മുമ്പ് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു, കൊറോണ കാലങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഉടമ്പടി പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. പ്രാർത്ഥന ചൊല്ലും. രാവിലെ എണീക്കും, 4:30-5:30 ആകുമ്പോഴത്തേക്കും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും, പ്രഭാത പ്രാർത്ഥന ചൊല്ലും. വൈകിട്ട് അച്ഛൻ്റെ ധ്യാനം കേൾക്കും, പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന കേൾക്കും, സാക്ഷ്യം കേൾക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ 8ാം മാസം കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ നേർന്നതാണ്. പക്ഷെ എനിക്ക് പറ്റിയില്ല. 8ാം മാസം കുഞ്ഞിനെ വയറ്റിട്ടുണ്ടോ എന്ന് ഇവിടെ സാക്ഷ്യം പറയാനാണ് നേർന്നത്. പക്ഷെ എനിക്കതിന് സാധിച്ചില്ല. ഇപ്പം എൻ്റെ മകൻ 2 വയസ്സായി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോനെ എനിക്ക് തരണേന്ന്. പക്ഷേ മാതാവ് എനിക്ക് അതുപോലെ ഒരു ഉണ്ണീനെ തന്നെയാണ് എനിക്ക് തന്നത്. താമസിച്ച് മാതാവിനോട് ഞാൻ മാപ്പ് പറയുവാണ്. ഇപ്പം എൻ്റെ മോൻ 2 വയസ്സായി. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ എനിക്ക് എൻ്റെ മാതാവ് തന്ന് അനുഗ്രഹിച്ച്. ഉണ്ണീശോനെ പോലെ തന്നെയാണ് എൻ്റെ മകൻ. ഇവിടെ കൊറോണ ടൈം ആയിരുന്നത് കൊണ്ട് എനിക്ക് പത്രം എടുത്ത് കൊടുക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷേ പ്രാർത്ഥന ഞാൻ മുടങ്ങാതെ ചൊല്ലും. ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കും. അപ്പോൾ എനിക്ക് ഇവിടെ തോന്നാറുണ്ട് എന്നിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴേ എൻ്റെ സാക്ഷ്യം എനിക്ക് പറയുന്ന കണക്കാണ് തോന്നിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ചേച്ചിമാർ ബ്ലീഡിങ് ആയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് അത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് ഇതുപോലെ പറയുന്നത്, ഇന്ന് എൻ്റെ അമ്മ എന്നെ ഈ നടയിൽ നിർത്തി ആ സാക്ഷ്യം പറഞ്ഞില്ല. മർക്കോസിൻ്റെ സുവിശേഷം 10:27 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്കെല്ലാം സാധിക്കും. ഉടമ്പടി ഒരു സാധ്യീകരണത്തിൻ്റെ പ്രാർത്ഥനയാണ്. എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കുവാനായിട്ട് ദൈവം നമ്മളോട് കൂടെ ആയിരിക്കുന്ന ഒരു വലിയ പ്രാർത്ഥന അഭിഷേക ജീവിത രീതിയാണ് ഉടമ്പടി. നമ്മൾ അബ്രഹാത്തിൻ്റെ ഉടമ്പടി വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അബ്രഹാത്തോട് ദൈവം പറയുന്നുണ്ട്, കടൽ തീരത്തെ മണൽത്തരി പോലെ നിനക്ക് മക്കളുണ്ടാകും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിൻ്റെ സന്താനങ്ങൾ നിനക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ഒരു ഏറ്റവും വലിയ അടയാളമാണ് മക്കൾ ലഭിക്കുക എന്നുള്ളത്. ഈ അൾത്താരയിൽ കേൾക്കുന്ന ഒട്ടുമിക്ക സാക്ഷ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്,
മനുഷ്യനും വൈദ്യശാസ്ത്രത്തിനും അസാധ്യമായിട്ടുള്ളത് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ സാധ്യമായി എന്നുള്ളത് നമ്മൾ കാണുന്നൊരു വലിയ സാക്ഷ്യമാണ്. അതുകൊണ്ട് ഈ സഹോദരി പറയുകയായിരുന്നു, 3 പ്രാവശ്യം കൺസീവ് ചെയ്തിട്ടും ബ്ലീഡിങ് മൂലവും മറ്റു കാരണങ്ങൾ കൊണ്ടുമൊക്കെ അബോഷനായിട്ട് പോയി. അപ്പോൾ പരിശുദ്ധ അമ്മയോട് വന്ന് പ്രാർത്ഥിക്കുകയാണ്, അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ പോലെ ഒരു കുഞ്ഞിനെ എനിക്ക് തരണമെന്ന്. പരിശുദ്ധ അമ്മ അതുപോലെ ഒരു മകനെ നൽകി അനുഗ്രഹിച്ചുവെന്ന് അവന് 2 വയസ്സായപ്പോൾ ഇവിടെ വന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ കുടുംബം അവരുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളും കാശുരൂപവുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രാർത്ഥനയിലായിരുന്നു. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ട് അവർ ജീവിക്കുകയായിരുന്നു. വചനം വായിച്ച് വചനത്തിൽ ആഴപ്പെടുവാനായിട്ട് അവർ പരിശ്രമിക്കുകയായിരുന്നു. അങ്ങനെ വചനം പാലിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വലിയ ഉടമ്പടിയുടെ നന്മയും കാരുണ്യവുമൊക്കെയാണ് നമ്മൾ ഈ സാക്ഷ്യത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കുക. അതുകൊണ്ട് നമുക്ക് ഈ കുടുംബത്തോടൊപ്പം ഈശോയ്ക്കും പരിശുദ്ധ കന്യകാമറിയത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.